ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിത് കോളിഫ്ലവർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കോളിഫ്ലവർ 65 അല്ലെങ്കിൽ ഗോബി 65ൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഗോബി 65ന് വേണ്ടിയിട്ട് ഒരു ചെറിയ സൈസിലുള്ള കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പൂക്കളൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതെന്ന് പറയുമ്പോൾ ഒരുപാട് ചെറുതല്ല, എന്നാൽ അധികം വലിപ്പം ഉണ്ടാവാനും പാടില്ല. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത്. ഈ ഒരു സൈസിലൊക്കെ മതിയാവും. അപ്പോൾ ഈ ഒരു സൈസിലാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉള്ളിൽ നന്നായിട്ട് വേവാനും അതുപോലെ തന്നെ നല്ല ക്രിസ്പായിട്ട് കിട്ടാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ അത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ സാധാരണയായിട്ട് ഈ കോളിഫ്ലവറിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചെറിയ ചെറിയ പ്രാണികളും പുഴുക്കളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കത് കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കോളിഫ്ലവർ നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരം ഇതിങ്ങനെ തന്നെ വെക്കണം. അപ്പോഴാണ് ഇതിൽ പ്രാണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഈ കോളിഫ്ലവർ 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. കോളിഫ്ലവർ കൊണ്ട് നമ്മൾ ഏത് റെസിപ്പി ചെയ്യുമ്പോഴും ഈ രീതിയിൽ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ കുറച്ച് മുൻപ് നമ്മൾ ഗോബി മഞ്ചൂരിയൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ പേര് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു നമ്മൾ കോളിഫ്ലവർ ആദ്യം വേവിക്കണമെന്ന്. അപ്പോൾ കോളിഫ്ലവർ വേവിക്കണില്ല, ജസ്റ്റ് ഇങ്ങനെ തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കണേ ഉള്ളൂ. അപ്പോൾ അത് ചോദിച്ചവർക്ക് ഇപ്പോൾ ക്ലിയറായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടും. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഒരു 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് നമുക്ക് സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഇനി ഇതിൽ കളറൊന്നും ചേർക്കണില്ല. അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നല്ലൊരു കളറൊക്കെ കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള കുറച്ച് മല്ലിയിലയും ചേർക്കാം. അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചും കൂടി ചതച്ചതായാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 1.5 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗറിന് പകരം നാരങ്ങ നീരായാലും മതി. അതിനുശേഷം അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു ബാറ്ററാക്കി എടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് ഒരുപാട് ലൂസായി കഴിഞ്ഞാലും ശരിയാവില്ല, അതുപോലെ തന്നെ നല്ല തിക്കായാലും കറക്റ്റായിട്ട് കിട്ടില്ല. കോളിഫ്ലവർ ഈ മാവിൽ ഒരുപാട് പൊതിയുന്ന രീതിയിലല്ല നമ്മൾ ചെയ്യണത്, ജസ്റ്റ് ഒരു കോട്ടിംഗ് ആയിട്ട് കിട്ടേ വേണ്ടുള്ളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്ക് നേരത്തെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കോളിഫ്ലവർ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് ഈ കോളിഫ്ലവറിൻ്റെ എല്ലാ ഭാഗത്തും ഈ ബാറ്റർ നന്നായിട്ട് പിടിക്കുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 20 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മിനിമം ഒരു 20 മിനിറ്റ് എങ്കിലും വെക്കണം കേട്ടോ, അപ്പോഴാണ് ഈ മാരിനേഷനൊക്കെ കോളിഫ്ലവറിൽ നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാനിൽ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ കോളിഫ്ലവർ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് ബാറ്ററിൽ നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യണം കേട്ടോ, അപ്പോഴാണ് ആ ബാറ്റർ കറക്റ്റായിട്ട് കോളിഫ്ലവറിൻ്റെ മേലെ കോട്ടായിട്ട് വരുള്ളൂ. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതുപോലെ എണ്ണയിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വേവണം, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും വേണം. അപ്പോൾ അതുവരെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതൊരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നാൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മറ്റേ സൈഡൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇത് എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഓരോരോ ബാച്ചസ് ആയിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ കോളിഫ്ലവർ മുഴുവനായിട്ട് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം സെയിം എണ്ണയിൽ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. പിന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. അപ്പോഴാണ് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം ഇനി നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്